ശ്രീത്ത്, ജെൻസി കിഡ്സ്, മില്ലേനിയം കിഡ്സ്, ഇപ്പോൾ നമ്മളിപ്പം ലഹരിമരുന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ജെൻസി അല്ലെങ്കിൽ 2000-ന് ശേഷം ജനിച്ച മില്ലേനിയം കിഡ്സ് എന്നൊക്കെ പറയുന്ന പദാവലികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും ലഹരിമരുന്നുമായി അടച്ചു പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ പോലും ആ ജെൻസിക്ക് ഈ പരമ്പരാഗത രാഷ്ട്രീയമൊന്നും അവരത്ര തൽപരരല്ല എന്ന് മാത്രമല്ല, നേരിയതല്ല, നല്ല അത്യാവശ്യം നല്ല പുച്ഛമുണ്ട് അവർക്ക് ഈ പരമ്പരാഗത രാഷ്ട്രീയത്തോടൊക്കെ. ഇപ്പോൾ യുവാക്കളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജി BJP ഇറക്കുന്നു എന്നുള്ളത് ഗൗരവമായി CPM കോൺഗ്രസും കാണേണ്ടതാണോ ശ്രീത്? ഹാഷ്മി, അതിനൊരു പ്രത്യേക വശമുണ്ട്. ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ പുതിയ തലമുറ, അത് ജെൻസി തലമുറ മാത്രമല്ല, 90 കിഡ്സ് ഉൾപ്പെടെ ഉള്ള തലമുറയും ഈ രാഷ്ട്രീയം ഒരു പൂർണ്ണ തൊഴിലാക്കിയ ആളുകൾ എല്ലാവരും കള്ളന്മാരാണ് എന്നൊരു സമീപനം പൊതുവെ വെച്ചു പുലർത്തുന്നുണ്ട്. അതിനെ അരാഷ്ട്രീയ കാഴ്ചപ്പാട് എന്നൊക്കെ എന്ന് വർഗീകരിച്ചുകൊണ്ട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണമൊക്കെ നടത്തുന്നു എങ്കിൽ പോലും ഈ ഒരു തൊഴിലും എടുക്കാതെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിലിറങ്ങി അനുദിനം സമ്പന്നരായി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന കാഴ്ചപ്പാട് വിളിച്ചു പുലർത്തുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ അക്കാദമിക് മികവുള്ളവരും പ്രൊഫഷണൽ മികവുള്ളവരും ഓൺട്രപ്രണറായിട്ടുള്ള വന്നിട്ടുള്ള ആളുകളുമൊക്കെ തന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവർക്കൊന്നും ഈ രാഷ്ട്രീയം വഴി അല്ലെങ്കിൽ രാഷ്ട്രീയം വഴി ലഭിക്കുന്ന ഭരണം വഴി സമ്പാദിക്കേണ്ട കാര്യമില്ല എന്നൊരു ധാരണ സമൂഹത്തിലുണ്ട്. അത്തരം ധാരണയുള്ള ആളുകളുടെ വോട്ടാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പുകളിൽ മറ്റും ഒരു ചാഞ്ചാട്ട ഇമ്പൾസീവ് നിലപാടുള്ള അല്ലെങ്കിൽ ഒരു വേവറിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളെ ചാഞ്ചാട്ട വോട്ടുകളെന്ന് പൊതുവെ വിശേഷിപ്പിക്കാറ്. അപ്പോൾ ഇത്തരം BJPയുടെയും RSSൻ്റെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു ജനകീയ അടിത്തറയ്ക്ക് അപ്പുറത്തേക്ക് അവരുടെ ജനകീയ അടിത്തറ വിപുലമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു പ്രൊഫഷണൽ ഓൺട്രപ്രണറെ ഇത്തരത്തിൽ സംസ്ഥാന അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. അപ്പോൾ BJPയുടെ അടിസ്ഥാന വോട്ടുകൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് അവരുടെ ജനകീയ അടിത്തറ വളർത്തണമെങ്കിൽ പുതിയൊരു പരീക്ഷണം വേണം. ആ പരീക്ഷണത്തിൻ്റെ മുഖമാണ് രാജീവ് ചന്ദ്രശേഖർ. ഓക്കെ, ശ്രീ KVS ഹരിദാസ് കൂടി ചെയ്യുന്നു. ശ്രീ KVS ഹരിദാസ്, താങ്കളെ പോലെയൊക്കെയുള്ള വളരെ ചെറിയ കാലം മുതൽ തന്നെ ഈ സംഘടനയുടെ ഭാഗമായി വളർന്നു വന്ന ഒരുപാട് നേതാക്കൾക്ക് മുകളിൽ രാജീവ് ചന്ദ്രശേഖറിൽ BJP കാണുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയാണ്? KVS ഹരിദാസ്. അല്ല, രാജീവ് ചന്ദ്രശേഖർ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സജീവമാണ്. ഇവിടെ മത്സരിച്ച ആളാണ് കഴിഞ്ഞ തവണ. BJPക്ക് കേരളത്തിൽ ഏതാണ്ട് 20% വോട്ടും കിട്ടിയ ഒരു സമയമാണ്. ഒരു വലിയ കുതിച്ചു ചാട്ടത്തിനുള്ള സമയമാണ്. അതിന് പറ്റുന്ന ഒരു ലീഡർഷിപ്പിനെയാണ് കേന്ദ്ര നേതൃത്വം കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇൻഡിവിജ്വൽ അല്ലല്ലോ, എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു വലിയ മൂവിനുള്ള സമയമാണിത്. അപ്പോ അതിനുള്ള അവസരമാണ്. അത് കേരളത്തിലെ BJPക്ക്, ദേശീയ തലത്തിൽ BJPക്ക് ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പ്രൊഫൈല് തന്നെ മതിയല്ലോ കേരളത്തിലെ ഒരു മാസിനെ അട്രാക്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് നടത്തിയ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് തന്നെ അതിനുള്ള സാക്ഷ്യപത്രമല്ലേ? ഓക്കെ, സോ KVS ഹരിദാസ്, ഇപ്പം കേരള BJPയിൽ ഗ്രൂപ്പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ താങ്കളില്ല എന്നേ പറയൂ. താങ്കൾ നേതൃത്വം നിൽക്കുന്ന ആളാണെങ്കിൽ കൂടിയും ചില അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നെങ്കിലും അങ്ങ് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും അതിനൊക്കെയുള്ള ഒരു മരുന്നാകും രാജീവ് ചന്ദ്രശേഖരൻ അധ്യക്ഷ പദവി വരവ് എന്ന് താങ്കൾ പറയുമോ ശ്രീ KVS ഹരിദാസ്? ഓക്കെ, സംസ്ഥാന BJPക്ക് ഒരു പുതിയ മുഖം എന്നതാണ് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കോൾ കട്ടായി പോയതാണോ? ഹരിദാസ് ഏട്ടൻ കോൾ കട്ടാക്കില്ല, അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഓക്കെ, എന്തായാലും അത് BJPയെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. ശ്രീകാന്ത് ചെയ്യുന്നു. ശ്രീകാന്ത്, കെ സുരേന്ദ്രന്റെയും ശോഭാ സുരേന്ദ്രന്റെയും MT രമേശിന്റെയും V മുരളീധരന്റെയും ഒക്കെ പ്രതികരണം ഇക്കാര്യത്തിൽ കൗതുകമുണ്ടാക്കുന്നതാകും ശ്രീകാന്ത്. നിലവിലിപ്പോൾ അപരാജിത സാരംഗി മാത്രമാണ് ഇവിടെ നിന്നും ഈ ഹോട്ടലിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുള്ളത്. മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോഴും അകത്തുണ്ട്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള സഹവരണാധികാരി നാരായണൻ നമ്പൂതിരി, അദ്ദേഹം 2-നും 3-നും ഇടയ്ക്ക് ഈ നോമിനേഷൻ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട തിരക്കുകളാണ്. അദ്ദേഹവും ഇപ്പോൾ താഴെ എത്തിയിട്ടുണ്ട്. മറിച്ച് മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും മറ്റ് അനൗദ്യോഗിക മീറ്റിങ്ങുകളിലുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏകദേശം ചില ചിത്രങ്ങൾ വ്യക്തമായിരുന്നു. നാളെ രാവിലെ ലെബനനിലേക്ക് പോകും V മുരളീധരൻ എന്നൊരു വിവരം കിട്ടിയിരുന്നു. അതോടുകൂടി V മുരളീധരൻ എന്തായാലും ഉണ്ടാകില്ല എന്നൊരു വാർത്ത അത് ആ രീതിയിൽ സ്ഥിരീകരിക്കപ്പെട്ടിരുന്നു. MT രമേശിൻ്റെ പേര് ഇതിനു മുൻപേ തന്നെ ഒഴിവാക്കപ്പെട്ടതാണ്. അതിനുശേഷം ശോഭാ സുരേന്ദ്രനിലേക്ക് കാര്യങ്ങൾ വന്നു. കെ സുരേന്ദ്രൻ ഒരുപക്ഷെ തുടർന്നേക്കും. അത് ഈ വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പുകൾ കൂടി കണക്കിലെടുത്താണ് എന്നാണ് കിട്ടിയ വിവരം. ബംഗാളിലും തമിഴ്നാട്ടിലും അതോടൊപ്പം കേരളത്തിലും നിലവിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാർ തുടരും. കാരണം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സാഹചര്യത്തിൽ അവരെ മാറ്റേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതുണ്ടായില്ല. 5 വർഷം പൂർത്തിയാക്കിയ കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഒഴിയും എന്നുള്ള
തീരുമാനത്തിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ 1-to-1 മീറ്റിംഗ് ഇന്ന് ഈ ഹോട്ടലിൽ നടന്നു. ആ 1-to-1 മീറ്റിംഗ് നടക്കുന്ന മുറിയിലേക്ക് ക്ഷണം കിട്ടിയ വ്യക്തി അത് രാജീവ് ചന്ദ്രശേഖരനായിരുന്നു. അദ്ദേഹത്തോട് എത്താൻ അപരാജിത സാരംഗിയും പ്രകാശ് ജാവ്ദേക്കറും ആവശ്യപ്പെട്ടു. അദ്ദേഹം അവിടേക്ക് ചെന്നു. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം അദ്ദേഹത്തെ അറിയിച്ചു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പിന്നീട് അത് കോർ കമ്മിറ്റി യോഗത്തെ അറിയിക്കുകയും അതിന് അംഗീകാരം നേടുക എന്നൊരു നടപടിയാണ്. ഇനി 2-നും 3-നും ഇടയ്ക്ക് നോമിനേഷൻ, 4-ന് സൂക്ഷ്മ പരിശോധന, നാളെ സംസ്ഥാന കൗൺസിൽ ഉണ്ടാകും. ആ സംസ്ഥാന കൗൺസിലിൽ പ്രഖ്യാപനവും നടക്കും. അതെല്ലാവരും ചേർന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് BJPയുടെ രീതി. ഇലക്ഷൻ അല്ല, സെലക്ഷൻ തന്നെയാണ് ഈ പ്രോസസ്സ്. അത് നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാകും. ഇനി ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ അധ്യക്ഷനാര് എന്നുള്ള കാര്യത്തിൽ കൂടി വൈകാതെ തന്നെ തീരുമാനമുണ്ടാകും. തമിഴ്നാട്ടിലെ കാര്യത്തിൽ ഇതിനോടകം തന്നെ തീരുമാനം ഉണ്ടായിട്ടുണ്ട്. കെ അണ്ണാമലൈ തമിഴ്നാട്ടിൽ തുടരും എന്ന് BJP ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞു. തൽക്കാലം അണ്ണാമലൈ മാറില്ല. ഒപ്പം ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പ്രൊഫഷണൽസ്, നേരത്തെ ഹാഷ്മി ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രൊഫഷണൽസിനെ പരീക്ഷിക്കുക എന്നുള്ള അത് നടത്തിയത് തമിഴ്നാട്ടിലായിരുന്നു. അവിടുത്തെ അധ്യക്ഷനെ തുടരാൻ തന്നെയാണ് BJP ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അണ്ണാമലയ്ക്ക് മാറ്റമുണ്ടാകില്ല. ഒപ്പം തമിഴ്നാട്ടിൽ ഒരു പ്രൊഫഷണൽ, ഒരു ടെക്നോക്രാറ്റ് കൂടി തലപ്പത്തേക്ക് എത്തുന്നു. അത് രാജീവ് ചന്ദ്രശേഖരനായി മാറുന്നു. സംഘടനാ സെക്രട്ടറിയായി ആര് വരും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് നിലവിലുള്ള ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ചോ ഇപ്പോൾ നിലവിലുള്ള ജില്ലാ പ്രസിഡന്റുമാരുടെ ലോയൽറ്റി വെച്ചോ സാധിക്കും എന്ന് കരുതുക വയ്യ. അതിനെ മറികടക്കാൻ സംഘടനാ സെക്രട്ടറി ഉണ്ടായേ തീരൂ. RSSന്റെ ഇടപെടലാണ് അക്കാര്യത്തിൽ ഉണ്ടാകേണ്ടത്. അത് വൈകാതെ തന്നെ ഉണ്ടാകും എന്ന് കരുതുകയും ചെയ്യാം. നിലവിൽ രാജീവ് ചന്ദ്രശേഖരൻ 2 മണിക്ക് നോമിനേഷൻ നൽകുമെന്നാണ് കിട്ടുന്ന വിവരം.